നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിലെ ഒരു യൂട്യൂബറെ കുറിച്ചാണ്. പുള്ളി ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ചെയ്തു. അത് മറ്റൊന്നുമല്ല, മുസ്ലിങ്ങൾക്ക് എതിരെയായിരുന്നു ഈ വീഡിയോ മുഴുവനും. അദ്ദേഹത്തിന് നല്ല റീച്ച് ഉണ്ടായി, നല്ല സബ്സ്ക്രൈബർ ഉണ്ടായി, ഒരുപാട് പൈസയും അദ്ദേഹം ഇതിൽ നിന്ന് സമ്പാദിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായപ്പോൾ ഒരു തള്ളും കൊണ്ട് അദ്ദേഹം വന്നു. മറ്റൊന്നുമല്ല, ആ തള്ള് 12 മണിക്കൂറിനുള്ളിൽ രണ്ടോ മൂന്നോ വീഡിയോ അദ്ദേഹം ചെയ്തു. 12 മണിക്കൂറിനുള്ളിൽ, അതായത് ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് 12 മണിക്കൂറിനുള്ളിൽ 3 ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ പാകിസ്ഥാൻ അടിച്ചിട്ടു. 5 അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 5 എണ്ണമായി. അത് 3 ഇന്ത്യക്കകത്തും 2 പാകിസ്ഥാനിലും. പിന്നെ അതിൻ്റെ പൈലറ്റിനെ കിട്ടി, 3 പേര് മരിച്ചു. ഇങ്ങനെ കുറേ വിടുവായുത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന വ്യക്തി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനൽ തന്നെ കാണാനില്ല, വീഡിയോ ഒന്നും കാണാനില്ല. അതിൽ പല ആൾക്കാരും അതിനകത്ത് ഇടപെട്ട് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെതിരെ വീഡിയോകൾ ചെയ്തു. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണം, അദ്ദേഹത്തിനെതിരെ മറ്റൊരു വ്യക്തി ഒരു അതായത് പുറത്ത് കേട്ടാൽ വിവാദമുണ്ടാവുന്ന വളരെ ഗൗരവകരമായ ഒരു വീഡിയോയുമായി മുന്നിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം പോസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഇദ്ദേഹമായിരിക്കും, അതായത് മാത്യു സാമുവൽ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം എവിടം വരെയും പോകും എന്നാണ് അദ്ദേഹം ഈ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വ്യക്തി പറയുന്നത്. അദ്ദേഹവും മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇദ്ദേഹത്തിനെ പോലെ, അതായത് നമ്മുടെ മാത്യു സാമുവലിനെ പോലെ ആരും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയധികം ഇപ്പോൾ അദ്ദേഹത്തിന് വേറൊരു സപ്പോർട്ടും കൂടി നമ്മുടെ കേരളക്കരയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കയിലൊക്കെ ഇരുന്നാണ് ചെയ്തത്. ഇപ്പോൾ ചില വിവാദങ്ങളൊക്കെ ആയി നാട്ടിലുണ്ട്. പുള്ളിക്കാരന് തിരിച്ചു പോകാൻ പറ്റാതെ, പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പറ്റാതെ അദ്ദേഹം ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നാട്ടിലിരുന്നാണ് ഈ വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രീൻ സ്ക്രീൻ ഇട്ട്, അതിൻ്റെ ഒരു റൂമിനകത്ത് ഗ്രീൻ സ്ക്രീൻ ഇട്ട് അതിലിരുന്നു കൊണ്ട് വായി തോന്നുന്നതെല്ലാം, അതായത് കൺഫേം ചെയ്തു. എന്തും അദ്ദേഹം കൺഫേം ചെയ്യും. കാശ്മീരിൽ ഈ ഫൈറ്റർ ജെറ്റ് വീണ ഭാഗത്ത് ഗ്രൗണ്ടിൽ അവിടെയുള്ള ആൾക്കാരെടുത്ത് വിളിച്ച് ചോദിച്ചു, കൺഫേം ചെയ്തു. ഡിഫൻസിൽ വിളിച്ച് ചോദിച്ചു, കൺഫേം ചെയ്തു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇദ്ദേഹം എല്ലാ രീതിയിലും കൺഫേം ചെയ്യുന്ന വ്യക്തിയാണ് സാമുവൽ. അദ്ദേഹത്തിന് എല്ലായിടത്തും എല്ലാവരുമായി ഭയങ്കര പിടിപാടാണ്. അങ്ങനെ ഒരു പിടിപാടുണ്ടാക്കാൻ അദ്ദേഹം ചെയ്ത ഒരു കുതന്ത്രത്തിൻ്റെ ഒരു സ്ത്രീ ബലിയാടാവുകയും ചെയ്തു. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം അവരുടെ സംഭാഷണം ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി പുറത്തു വിട്ടിരിക്കുകയാണ്. അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ അത് വളരെ കാരണമാകുന്ന ഒരു വീഡിയോയാണ്. എന്തെന്നാൽ ഇദ്ദേഹം മറ്റൊരു വ്യക്തിയെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയുമായി ബന്ധം ചേരുന്നു. അതായത് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യം നേടിയെടുക്കാൻ ഈ മാത്യു ഏതറ്റം വരെയും പോകും. അപ്പോൾ ഈ വ്യക്തിക്ക്, ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് എന്തെങ്കിലും നാളെ ഒരു അപകടമോ സംഭവിച്ചാൽ ഇതിന് ഉത്തരവാദി മാത്യു സാമുവൽ ആയിരിക്കും എന്ന് അദ്ദേഹം ആ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ആ വീഡിയോ കേൾക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഈ മുസ്ലിങ്ങളെ വിറ്റ് ഈ മനുഷ്യൻ ഒരുപാട് പൈസ ഉണ്ടാക്കി. മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പുറത്തുവിടാൻ പോകുന്ന ഈ വീഡിയോ ഓൾറെഡി ഇത് പുറത്ത് വന്നു കഴിഞ്ഞു. എങ്കിലും എൻ്റെ വഴി ഒരു വീഡിയോ ഇദ്ദേഹത്തിന് ചെയ്യണം എന്നെനിക്ക് തോന്നി. ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോ ചെയ്തു, പാകിസ്ഥാനിലെ പ്രശ്നവും ഇന്ത്യയുടെ ജെറ്റ് വിമാനങ്ങൾ അടിച്ചിട്ടതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തു. അപ്പോഴാണ് ഈ വീഡിയോ എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ നല്ല മനുഷ്യനാണ്. പറഞ്ഞാൽ ഇത്രയും ശുദ്ധനായ ഒരു മനുഷ്യൻ മലയാള യൂട്യൂബറിൽ ഇല്ല. കാരണം അദ്ദേഹം കാട്ടിക്കൂട്ടിയിരിക്കുന്ന കോപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ വലിച്ച് കൊണ്ടുവരാൻ ചില വ്യക്തികൾ അതിന് ശ്രമിച്ചു. അതിൻ്റെ
ഫലമാണ് ഇപ്പോൾ ഈ വീഡിയോ. അതിൻ്റെ അവർ തങ്ങളിൽ സംസാരിക്കുന്ന, അതായത് ഫോണിൽ കൂടി സംസാരിക്കുന്ന കുറേ ഭാഗങ്ങൾ, അതിൽ ചിലതൊന്നും കേൾപ്പിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഒരു കട്ടും ചെയ്യാതെ ആ മനുഷ്യൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഞാൻ അത്തരം ചില വാക്കുകൾ ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുകയാണ്. എൻ്റെ പ്രേക്ഷകർ ക്ഷമിക്കുക. എന്നെങ്കിലും ഒരു കാലത്ത് ഒരു പക്ഷേ വേണ്ടി വന്നാൽ ഈ വീഡിയോ ഫുള്ളായി പ്രദർശിപ്പിക്കാം. അത്രേ പറ്റൂ. അപ്പോൾ ഇത് ഇവർ തങ്ങളിൽ സംസാരിക്കുന്ന, അതായത് സ്ത്രീകളെ വശത്താക്കി തൻ്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി കൂട്ടിക്കൊടുക്കുകയും പെൺവാണിഭം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം, പെൺവാണിഭം വേണമെങ്കിൽ എന്ന് ഇതിനെ പറയാം. ഡൽഹിയിൽ പോയി, അത് ഈ വീഡിയോയിൽ ആ പുറത്ത് വിടുന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട്, ഡൽഹിയിൽ ഒരു MBA കൊടുക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ സംഭവം ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ല സമയം, അതായത് ആരെയാണോ കൊടുക്കാൻ ശ്രമിച്ചത് ആ വ്യക്തിയുടെ നല്ല സമയം, അദ്ദേഹം അതിൽ പോയില്ല, പെട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. യൂട്യൂബ് ഒരു വീഡിയോ, ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ട് ആ വീഡിയോയെ കുറിച്ച് എഴുതാനുള്ള ബോക്സിനകത്ത് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടും ചാനലിൻ്റെ പേരും പിന്നെ ഫോൺ നമ്പറും അക്കൗണ്ടും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കാണുന്നവർ പൈസ കൊടുക്കട്ടെ, അതും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ പൈസ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ചീത്ത പറഞ്ഞിട്ടുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തപ്പോൾ, ഞാനത് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഒരുപാട് ആൾക്കാർ തെറി പറഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ അന്നേ ഞാൻ പറഞ്ഞു, ഇയാൾ സത്യസന്ധമായിട്ടല്ല കാര്യങ്ങൾ പറയുന്നത് എന്ന്. അപ്പോൾ നമുക്ക് കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഈ വ്യക്തി ഇവർ തങ്ങളിൽ സംസാരിക്കുന്ന, അത് എന്തായാലും ശരി, ഇതിൽ അകപ്പെട്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ജീവിതം പോയി എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ജീവിതം പോയി, ഇയാളെ നശിപ്പിച്ചു. ഒരു പത്രപ്രവർത്തകയായി മുന്നിൽ വരാൻ വേണ്ടി ശ്രമിച്ച ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം വേണ്ടാധീനത്തിൽ കൂടി അതിനെ കുടുക്കി, അതിനെ ജീവിതം നശിപ്പിച്ച്. അതും എങ്ങനെ ആയെന്ന് നമുക്കറിയില്ല, കാരണം ഈ വീഡിയോയ്ക്ക് കുറച്ച് പഴക്കമുണ്ട്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. മാത്യു സാമുവലും മറ്റൊരു പെൺകുട്ടിയും, പേര് ഞാൻ പറയുന്നില്ല, മറ്റൊരു പെൺകുട്ടിയും തങ്ങളിൽ സംസാരിക്കുന്ന ഹണി ട്രാപ്പിൻ്റെ, അതായത് ലീലാവിലാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. കേട്ടിട്ട് തിരിച്ചു വരാം. അവളുടെ കുടുംബജീവിതം നശിപ്പിച്ചു. അവളെ മദ്യത്തിന് അഡിക്റ്റ് ആക്കിയിട്ട് അവൾക്ക് മദ്യം എത്തിച്ചു കൊടുക്കലൊക്കെ ഇയാളുടെ പരിപാടി. മാത്യു സാമുവലും തമ്മിലുള്ള ഫോൺ സംഭാഷണം, ഡൽഹിയിൽ വെച്ച് നടന്ന ഫോൺ സംഭാഷണം ഇപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ കേട്ടോളൂ. ഹലോ, ആ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു ലിങ്ക് ഉണ്ട്, അത് പ്രസ് ചെയ്യുക. ആ ലിങ്കില് പോയിട്ട് ജസ്റ്റ് നെയിം, ഇത് മെയില് ഇട്ടിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ അവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ബോക്സ് ഉണ്ടെങ്കിൽ ആ ബോക്സിൽ ടിക്ക് ചെയ്തിട്ട്, ഞാനേ ഫോൺ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ സൗണ്ട് കേട്ടോ, അല്ലാതെ ഇപ്പം അതിനകത്ത് എൻ്റെ മോന്തായം കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതങ്ങ് ഫോർവേഡ് ചെയ്താൽ മതി. എനിക്കൊന്ന് ID നമ്പർ, ആ മെയിലത്തെ മെയിലിലെ ID നമ്പറും ഉണ്ട്, അതും കൂടെ ടൈപ്പ് ചെയ്തിട്ടാ കിട്ടാൻ മതി. അത് ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് എന്റെ ഈ ഫോണിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാ ഞാൻ പറഞ്ഞത്. ഇല്ല, അതിനകത്ത് ചാർജ് ഇല്ല. ചാർജ് ഞാൻ റീചാർജ് ചെയ്തിട്ടില്ല, ചാർജ് ചെയ്യണം. ഞാൻ ആ റാമിനോട് പറഞ്ഞിട്ടുണ്ട്, ചെയ്തു തരും. എവിടെ ഇപ്പോ? വീട്ടിലാണോ? ഓ, നടക്കാനോ? ഞാൻ ഇന്നത്തെ ദിവസം ഇപ്പഴേ എണീറ്റത് പോലും ഫുൾ കിടപ്പരുത്. കാരണം എണീറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇതിനകത്ത്. ഇത് നിറച്ചൊരു കാമ റൂമായി മാറിയപ്പോ, ഇതൊരു കാമ റൂമായി മാറി. എനിക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ എനിക്ക് അയാളെ ഓർമ്മ വരുന്ന, അയാൾ പറഞ്ഞ കുറെ വൃത്തിയിട്ട വാചകങ്ങളും. ആ, അതൊക്കെ റെക്കോർഡ് പറഞ്ഞു. എന്താ അല്ല, അയാള് പറയുന്നതേ എന്താന്ന് ഇന്നലെ രാത്രി പറഞ്ഞത്. അയാള് എവിടെ ഇരുന്നപ്പോഴാ പറഞ്ഞത്? 5 മിനിറ്റ് ലഗേജിന് വെയിറ്റ് ചെയ്തപ്പോ, അന്നേരം VIP റൂമിൽ അയാൾ മാത്രമേ ഉള്ളൂ. കാറിൽ ഇരുന്നപ്പോ മൊത്തം ഇംഗ്ലീഷാ പറഞ്ഞത്, ഫുൾ നല്ല ടോപ്പിക്സാ പറഞ്ഞത്. ഭയങ്കര പറ. ഞാൻ ചൊവ്വാഴ്ച എന്താ ചെയ്യണ്ടേ? ചൊവ്വാഴ്ചയാണ് ബാസ്റ്റിനെ എനിക്കൊന്ന് വിളിക്കണം. എന്നിട്ട് ചൊവ്വാഴ്ചയുടെ കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ ബാസ്റ്റിന്റെ അടുത്ത്. ഇയാള് ചൊവ്വാഴ്ച നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാളെ
ഇല്ല, അറിയാതിരിക്കണമെങ്കിൽ ചൊവ്വാഴ്ച ഇയാൾക്ക് എന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തോ പറയണ്ടേ? ഞാൻ എവിടെ പോയെന്ന് പറയണോ ഇയാളുടെ? ആരെ? ജിജിനെയോ? അയാൾ പറഞ്ഞിട്ടില്ല, അയാൾ വിളിക്കാന്നാ പറഞ്ഞിട്ടില്ല. ചൊവ്വാഴ്ച രാവിലെ ടൈം അനുസരിച്ച് നമുക്ക് ഇയാള് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബാസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റിന്. അത് ഞാൻ ഇയാളെങ്ങനെയായാലും മീറ്റ് ചെയ്യും. ഇയാള് മീറ്റ് ചെയ്യില്ലേ? അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലേ? 100% മീറ്റ് ചെയ്യും. അന്നപ്പൊ കാണണമെന്നാണ് നമുക്ക് പറയുന്നത്. അന്ന് കാണാനല്ലേ? അന്ന് കാണാം. ചൊവ്വാഴ്ച കാണാം. ചൊവ്വാഴ്ച നോക്ക് 10 മണിക്ക് ഒഴിവാക്ക്. അത് ശരി. ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചാൽ പോലും ഇൻ കേസ് ഞാൻ അതാ പറയുന്നേ, ഫാസ്റ്റിന്റെ കാര്യം എനിക്ക് ഇയാളോട് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വയറുവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കായിരുന്നു. അതും കഴിഞ്ഞു. അപ്പൊ ഇനി വേറെ എന്താ ഓപ്ഷൻ എന്നാ ഞാൻ ആലോചിക്കുന്നത്. KSIDC വിളിച്ചോന്നോ സിഡ്കോ വിളിച്ചോന്നോ മറ്റേത് വിളിച്ചോന്നോ പറയാനും പറ്റത്തില്ല. കാരണം ഇയാള് വിളിച്ച് ചോദിക്കും. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ മുറുകി പോവുകയാണല്ലേ കാര്യങ്ങള്? ഭയങ്കര അല്ലേ, ഒരു ടൈറ്റ് ആയിട്ട് വരുമല്ലേ? തോന്നിയില്ലേ? എല്ലാം ടൈറ്റ് ആവുക. അപ്പൊ ഇയാള് പോയി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണോ എറണാകുളത്തുനിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണോ? ഡൽഹിക്ക്. കാരണം ട്രിവാൻഡ്രത്ത് ഇതുപോലെ ഞാൻ 28-ാം തീയതി വരുവാണെങ്കിൽ അമ്മയും കുഞ്ഞും പെറുങ്ങണിയും ഒക്കെ ഇല്ലയോ പോകുന്നേ. ആരെയും ഇതുപോലെ ഇപ്പൊ ഒരു നല്ല റിലേഷൻ ഉണ്ടല്ലോ. ഒരു ഡൗട്ട് നമ്മളായിട്ട് ഇടണോ എന്നാണ് എന്റെ ഡൗട്ട്, അല്ല എന്റെ ചോദ്യം. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ എനിക്ക് വീണ്ടും പേടിയെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് എപ്പോഴും ഫ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹാരിസ്. ആ ഒരു ടൈമിൽ അയാൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒന്നാമതേ ഡൗട്ടാണ്. മനസ്സിലായില്ലേ? ഇയാളിപ്പോ അന്വേഷിക്കുന്നു. കാരണം ഷാഹിദ് എന്നെ വിളിച്ചല്ലോ. ഷാഹിദ് എന്നെ ഇന്നലെ വിളിച്ചിരുന്നു വൈകുന്നേരം. ഞാൻ KTDC ഇറങ്ങിയപ്പോ സംസാരിച്ചേ, ഫോൺ എടുത്തു ഞാൻ. അപ്പോ ഇവൻ എന്റെ അടുത്ത് ചോദിച്ചു, ഏഞ്ചൽ ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തൊക്കെ വരെ ആയി കാര്യങ്ങളെന്ന്. അപ്പൊ ഞാൻ വിഷയം മറ്റേ നോയിമ്പ് എങ്ങനെയുണ്ട്. ഇവരെ പോലുള്ളവരാണോ സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ നൽകുന്നത്? ഇവരാണോ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള മനുഷ്യർ? ഇദ്ദേഹത്തിന് പണ്ട് ഈ പത്രങ്ങളിൽ ഏതോ പത്രങ്ങളിൽ വർക്ക് ചെയ്തു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏത് പത്രമാണെന്നൊന്നും എനിക്കറിയില്ല. ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ആൾക്കാർ ഇയാൾക്ക് എതിരെ, ഈ മനുഷ്യനെതിരെ തൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർ പോലും ഇദ്ദേഹത്തിനെതിരെ കേസുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഇദ്ദേഹം വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്തു എന്ന് പല ആൾക്കാരും പറയുന്നതായി ഈ മനുഷ്യൻ, അതായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തി പറയുന്നുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ ഇത്രയും കോര പ്രസംഗിച്ച് ഇത്രയും വർഗീയ വിഷം ചീറ്റുന്ന മറ്റൊരു യൂട്യൂബർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ എഴുതുന്ന കമൻറ്റുകൾ എത്ര ചങ്കലിഞ്ഞു പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ പുകഴ്ത്തി ഓരോന്ന് കമൻറ്റുകൾ എഴുതുന്നത്. സത്യസന്ധമായാണോ ഇദ്ദേഹം പറയുന്നതെന്ന് ഒരിക്കലും ആരും കേൾക്കാറില്ല. കാര്യം സാധിക്കാൻ ഉണ്ടാക്കുന്ന കുറുക്കു വഴികളാണ് ഇദ്ദേഹത്തിന്. ആ വഴികളാണ് തിരഞ്ഞെടുത്തത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ യുദ്ധവിമാനങ്ങൾ അടിച്ചിട്ടു. മുസ്ലിം സഹോദരങ്ങളെപ്പോലും ഇയാളുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി അയാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ചീത്ത പറയുകയും അവരെ വിറ്റ് കാശാക്കുകയും ചെയ്യുമ്പോൾ അതേ വഴി കൂടി തന്നെ മുസ്ലിങ്ങളെയും ഇദ്ദേഹം ഉപയോഗിച്ചു അദ്ദേഹത്തിൻ്റെ കാര്യസാധ്യതയ്ക്ക്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ലീലാവിലാസങ്ങളൊന്ന് കേൾക്കണ്ടേ? ഇത്തിരി ലെങ്ത് വരും, കട്ട് ചെയ്യരുത്, കംപ്ലീറ്റ് കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നമുക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആ പെൺകുട്ടിയും പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. നോയമ്പെടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുണ്ട് വേറെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആഴ്ച ഷാഹിദ് ഞാൻ പുറത്താണ്, ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ല. മൊയ്തൂനെ ഞാൻ വിളിച്ച് ചോദിച്ചു ഷാഹിദ് എവിടെയാണ്, മലപ്പുറത്താണോ ഇവിടെയാണോ എന്ന്. അന്നേരം പറഞ്ഞു ട്രിവാൻഡ്രത്താണ്. അപ്പൊ അവൻ എന്നെ കണ്ടിട്ടുണ്ട്. അതാണ് അവൻ എന്നെ അന്നേരം തന്നെ വിളിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് നൈസ് ക്വാളിറ്റിയിൽ കള്ളം പറയാൻ പറ്റില്ല. കള്ളം പറഞ്ഞ അവനെ മനസ്സിലാകുന്ന മൊത്തത്തിൽ ഒന്നാമതെ അവന് ഇൻഡ്യൂഷൻ ഉണ്ട്.
അപ്പൊ അത് കാരണം ഞാൻ പിന്നെ അവനെ വിളിച്ചിട്ടില്ല. അഥവാ അവൻ വിളിക്കുവാണെങ്കിൽ മൊയ്ത് പറഞ്ഞു, നീ സ്ഥലം ഇന്നടുത്ത് പോയി എന്ന് പറയണ്ട, നീ പറയാ നിന്റെ സൈഡിൽ നിന്ന് നീ മാക്സിമം എല്ലായിടത്തും ശ്രമിക്കുന്നുണ്ട്, എല്ലാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ആ ഒരു ഒഴുക്കം അല്ലല്ല. മൊയ്തുവിന് ആഗ്രഹം ഉണ്ടെന്നേ. മൊയ്തുവിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് പുള്ളി ഫ്രീ ആയിട്ട് ഇനിയും പോകുമ്പോ ഞാൻ പ്രപ്പോസിലെ കാര്യങ്ങളെല്ലാം ഒരു പ്രസന്റേഷനുമായിട്ടാണ് പുള്ളിയുടെ ഫ്രണ്ടിൽ പോകേണ്ടത്. 5 മിനിറ്റ് പോയി സംസാരിച്ച് നീ ഇറങ്ങി വരരുത് എന്നാണ് മൊയ്തു പറഞ്ഞത്. പുള്ളിനെ കൊണ്ട് അന്ന് തന്നെ ഞാൻ കൊടുക്കുന്ന പേപ്പറിൽ എന്തുവേലും ഒരു വാക്ക് എഴുതിപ്പിക്കണം, ആ ഒരു അൾട്ടിമേറ്റ് എയിമുമായിട്ട് ഇയാള് നടക്കുന്നത്. മനസ്സിലായി? ആ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര വാല്യൂവാ. അത് ആ ഒരു എഴുത്തിൽ അത് പെട്ടെന്ന് ഓഫീസേഴ്സിന്റെ അവിടെ പോവും, അസിസ്റ്റന്റിന്റെ അവിടെ പോയിട്ട് അവരൊരു നമ്പർ ഇടും. ആ നമ്പർ എനിക്ക് CS-ന്റെ അടുത്ത് കൊടുത്താൽ അയാൾക്ക് ആ നമ്പർ എത്രയും പെട്ടെന്ന് ആക്കി കൊടുക്കാൻ പറയാം. മനസ്സിലായോ? അയാളെ മൊയ്തു ഈ ഗെയിമാണ് കളിക്കുന്നത്. അതാണ് മൊയ്തു ഹെൽപ്പിങ്. അയാള് ഇത് ചെയ്യുന്നില്ല, ഉടക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഇതിന്റെ കാര്യം. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു അതിന്റെ കാര്യം. അപ്പൊ ഇപ്പൊ എങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു, ഞാൻ അഥവാ അമ്മയും കുഞ്ഞിനെ എനിക്കൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ, ഇവരുടെ കൂടെ പോകുമ്പോഴേ എന്താവും അവസ്ഥ എന്നുള്ളത്. ആരെങ്കിലും, കാരണം എനിക്കറിയത്തില്ല ആരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ ഇവന്റെ അറിയാമല്ലോ, ഇവൻ എന്നെ വിട്ട് മാറത്തുമില്ല. അമ്മേ അമ്മേ അമ്മയെന്ന് പറയും, മമ്മി കുമ്മി എന്ന് വിളിച്ചോണ്ടായിരിക്കും നടക്കുന്നത്. നമ്മളൊരു ഇമേജ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തകർന്നു കഴിഞ്ഞാൽ ഈ അവസാന നിമിഷം എല്ലാം കൂടെ പൊളിയണോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. അതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ ചിന്തിച്ചു 21-ാം തീയതിയാണ്, പക്ഷെ RK ചേട്ടനാണെങ്കിൽ ഓൾറെഡി 21st ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഓൾറെഡി അവർ നാളെ ട്രാവൽ ചെയ്യുവാണ് അങ്ങോട്ടേക്ക് ബൈ ട്രെയിന്. അല്ലെങ്കിൽ ഒരു 28-ാം തീയതി വല്ലോ പുള്ളിനെ ഇങ്ങ് കൊണ്ടുവന്നിട്ട് പുള്ളി അമ്മയും കുഞ്ഞിനെയും കൂടെ, കാരണം അമ്മയ്ക്ക് കുഞ്ഞിനെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ പൂൾ സൈറ്റ് എന്തോന്ന് കിടക്കാൻ, ഇവിടെ പൂൾ സൈറ്റ് ഒന്ന് കിടക്കാൻ പറ്റും. ഞാൻ റാമിന്റെ അടുത്ത് പറയാം, നന്നായി പൊതിഞ്ഞിട്ട് എന്തായാലും ഫുഡ് വാങ്ങിച്ചോണ്ട് വരിക, ആ കവറിനകത്തിട്ട് കൊണ്ടുവന്നാ മതി. ഹോസ്റ്റലിന്റെ താഴെ വരും, അതിന്റെ ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നാ പോരെ, ഞാൻ പോയി ഇങ്ങനെ വാങ്ങിച്ചാ പോരെ. മനസ്സിലായോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ എന്തെങ്കിലും കാര്യം എനിക്ക് ടെൻഷൻ ആയിട്ടുണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടില്? 26-ന് പോയിട്ട് 30-ത്തിനല്ലേ വരുന്നത്? ഓക്കെ ഓക്കെ. സുഹൃത്തുക്കളെ, ഞാൻ എത്ര കാലം മുമ്പ് പറഞ്ഞതാ ഇതൊക്കെ? 2 വർഷം മുമ്പ് പറഞ്ഞതാണ് ആദ്യം. 2 വർഷം മുമ്പ് 2023 ഞാൻ ആദ്യമായിട്ടത് പറയുന്നു. 24-ൽ ഞാനത് ആവർത്തിക്കുന്നു. 25-ൽ ഞാൻ 1.5 മാസം മുമ്പ് വീണ്ടും ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയുന്നു. ഇയാളെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, കേട്ടില്ലേ നിങ്ങൾ? മകളാവാൻ പ്രായമുള്ള ഒരു പെൺകുട്ടി, ഇയാൾക്ക് പരിചയമുള്ള കുടുംബത്തിലെ പെൺകുട്ടി, മാധ്യമരംഗത്തേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്ന പെൺകുട്ടി, അതിനെ കൊണ്ടുപോയി ഈ തട്ടിപ്പ് സ്ഥാപനത്തിനകത്ത് കൊണ്ടുപോയിട്ട് അവളെ മെല്ലെ മദ്യം കൊടുത്ത് മദ്യത്തിന് അടിമയാക്കി മാറ്റി, ഇയാൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു പാവക്കുട്ടിയാക്കി മാറ്റി. എന്നിട്ട് അവരെ ആ പെൺകുട്ടിയുടെ കുടുംബജീവിതം നശിച്ചു. ഡിവേഴ്സായി എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. മാത്രമല്ല പല കേസിലും അവരും പ്രതിയാക്കപ്പെട്ടിരുന്നു. അങ്കിൾ എന്ന് വിളിക്കുന്ന അത്ര അവിടെ വരെ ഇയാൾ കൊലച്ചതി ചെയ്യുക. സ്വന്തം മക്കളെ തിരിഞ്ഞു നോക്കാത്ത ആൾക്ക് എന്ത് പ്രശ്നം? ഞാൻ പറഞ്ഞു, RKയുടെ കാര്യം പറഞ്ഞു. രാധാകൃഷ്ണൻ മലയാളിയാണ്. അതാണ് ഈ RK ചേട്ടൻ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ പെൺകുട്ടിയെ ഇദ്ദേഹം വശത്താക്കി മദ്യം കൊടുത്ത് ആ പെണ്ണിനെ ഇയാൾ നശിപ്പിച്ചെന്ന് വേണം പറയാൻ. ഇദ്ദേഹത്തിൻ്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി മദ്യം കൊടുത്ത്, അതായത് ആ പെൺകുട്ടിയെ മദ്യത്തിൻ്റെ അടിമയാക്കി മാറ്റി. ഇയാൾ പറയുന്നു, റാമിൻ്റെ അടുത്ത് ഞാൻ സാധനം കൊടുത്തയക്കാം, മദ്യം എങ്ങനെ കയറ്റും ഹോസ്റ്റലിലേക്ക് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ കയറ്റും ഹോസ്റ്റലിലേക്ക് എന്ന് ചോദിക്കുമ്പം അവൾ പറയുന്നു, ഭക്ഷണം എന്തായാലും കൊണ്ടുവരുമല്ലോ, നന്നായിട്ട് പൊതിഞ്ഞ് കൊണ്ടുവരാൻ പറയാം, അപ്പം ഞാനത് എങ്ങനെയെങ്കിലും കയറ്റിക്കൊള്ളാം. അടിച്ച് പൂസായി കിടക്കരുതെന്ന് പറയുന്നു മാത്യു സാമുവൽ. അടിച്ച് പൂസായി കിടന്നാൽ ഇവർ പിറ്റേന്നത്തേക്ക് പ്ലാൻ ചെയ്ത ഓപ്പറേഷൻസ് ഒന്നും നടക്കില്ല. അപ്പം അടിച്ച് പൂസായി കിടക്കരുത്, ഇല്ല എന്ന് പറയുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, ജിജി തോമസിന്റെ കാര്യം പറഞ്ഞു. ഞാനത് പറഞ്ഞതാണ്, മുമ്പത്തെ വീഡിയോയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. 1 മാസം മുമ്പാണെന്ന് തോന്നുന്നു അന്നത്തെ വീഡിയോയിൽ, അതോ അതിന് ശേഷമുള്ള വീഡിയോയിലാണോ? 2 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഗതി കെട്ടിട്ടപ്പോൾ എടുത്ത് പുൾ ഔട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഇത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഇതാണ്, മനസ്സിലായോ? ഇതൊന്നും ഞാൻ പോയി റെക്കോർഡ് ചെയ്തതല്ല. 8 കൊല്ലം മുമ്പുള്ള സാധനം എൻ്റെ അടുത്ത് മെറ്റീരിയൽസ് കിട്ടിയതാ.
അല്ലാതെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഒളിക്യാമറ കയ്യിൽ വെച്ചിട്ട് പോയിട്ട് ഇത് സംഭാവനയാണെന്ന് പറഞ്ഞ ഒരാളെ നിർബന്ധിച്ച് ഇത് കൈക്കൂലി ആണെങ്കിൽ കോടികൾ മേടിക്കാൻ പറ്റുന്ന ആളാണ് കേന്ദ്രമന്ത്രിമാർ. അവരെടുത്ത് സംഭാവനയാണെന്ന് പറഞ്ഞാൽ 1,50,000 കൊടുത്തിട്ട് അത് പിന്നെ ഒളിക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട് കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞ് സ്റ്റിംഗ് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞ ആളായ ഒരു വ്യക്തി. ഇനി ഇയാളുടെ ഡൽഹിയിലെ ചരിത്രം വേറെ കുറേ ഉണ്ട്, അതൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള കുറേ പേരുകളുണ്ടല്ലോ, അവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുഞ്ഞെപ്പോഴും കൂടെ ഉണ്ടാക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ മമ്മി എന്ന് പറഞ്ഞ് നടക്കും. ഇവൾ അൺമാരീഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരെയും വലയിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ടൂളായിട്ട് യൂസ് ചെയ്തത്. കാരണം അത്രയും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. ആലോചിച്ച് നോക്കൂ, എന്ത് കൊലച്ചത് ചെയ്യുന്നു. മമ്മിയും കൂടെ ഉണ്ടാവും, അപ്പം സംശയത്തിനിട്ട് കൊടുക്കരുത്. കാരണം മന്ത്രിയെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു, പക്ഷെ മന്ത്രിയിൽ വീണില്ല, ഈ ഓപ്പറേഷൻ നടന്നില്ല. ഇല്ലെങ്കിൽ എത്രയോ കോടികൾ ഇയാൾ പിന്നെ അവിടെ നിന്ന് അടിച്ചെടുക്കുമായിരുന്നു. അല്ലാതെ എത്രയോ പേരെടുത്ത് അടിച്ചെടുത്തു. അതിന് പുറമെയാണ് പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ ബക്കറ്റ് പിരിവെന്ന് കണ്ട് നടന്നത്. GPay നമ്പറും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത പൈസ കൊടുത്തവന്മാർക്ക് നാണല്ലേ? എന്നെ വന്ന് തെറി വിളിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പം ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേറെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, അവരെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, നമ്മൾ നല്ല പണിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതൊന്നും അല്ല എൻ്റെ അടുത്തുള്ളത്, ഇതിലേറെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതൊക്കെ ആവശ്യം വന്നടുത്ത് പ്രയോഗിക്കാനുള്ളത്. പുള്ളി ഇത്രയും കാലം നടത്തിയത് ബ്ലാക്ക് മെയിലിംഗ് ജേർണലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതെൻ്റെ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ സാധനം ഒന്നും എടുത്തിട്ട് മാത്യു സാമുവലിനടുത്ത് 1 രൂപ ചോദിച്ചിട്ടില്ല. അയാൾ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അടുത്തുണ്ട്. എവിടെയും വന്ന് സംസാരിക്കാൻ തയ്യാറായ ആൾക്കാരുണ്ട്. അയാളോട് അസോസിയേറ്റ് ചെയ്ത് അയാളോട് അത്രയും അയാൾ ചീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത്രയും ശത്രുതയുള്ളതിൻ്റെ ഭാഗം. തൽക്കാലം ഇത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളതായും തോന്നുന്നു, അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇനിയുണ്ട് സാധനങ്ങൾ ഒരുപാടുണ്ട്, ആവശ്യം വന്നാൽ ഓരോന്നായിട്ട് ഇറക്കും. പുള്ളി എന്താ പറയണമെന്ന് നോക്കട്ടെ. പുള്ളി ഒരു പക്ഷേ എനിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാനോ ബാക്കിയുള്ളതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പുള്ളി അമേരിക്കയിലല്ല ഉള്ളത്, അങ്ങനെ കരുതണ്ട, ഇവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്. പുള്ളിയുടെ പാസ്പോർട്ട് പിന്നെ റിന്യൂ ചെയ്യാൻ ചെറിയ തടസ്സം ഉണ്ടായിരുന്നു, ഒരു കേസുകൾ പലതും ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നാരദ ന്യൂസ് തുടങ്ങിയിട്ട് അതിലെ CEO ആയിരുന്ന ഹേമന്ത് രാമകൃഷ്ണനെ ചതിച്ചു. അയാൾ കൊടുത്തിട്ടുള്ള കേസുണ്ട്, അതിൽ ഇയാളുടെ പ്രോപ്പർട്ടി പിന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് പക്ഷേ അതിനകത്ത് കഴിഞ്ഞ ദിവസം ഇയാൾ അപ്പീൽ പോയിട്ട് ഇയാൾക്കൊരു വിധി അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി പിന്നെ അതിന് പെർമിഷൻ കൊടുക്കാൻ അങ്ങനെ വന്നിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. ഇനി ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മുങ്ങി അവിടെ ഇരുന്നിട്ടോ. ഇനിയിപ്പോൾ പുള്ളിയുടെ ടാർജറ്റ് ഞാനായിരിക്കും, സംശയമൊന്നുമില്ല അതിൽ. എനിക്കതേ പറ്റിക്കഴിഞ്ഞാൽ അതിൽ ഉറപ്പിച്ചോ. അതായത് ഏതറ്റം വരെയും പോകുന്ന ക്രൂരനായ ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ പോലും സംരക്ഷിച്ചിട്ടില്ല. പിന്നീട് അതിൻ്റെ ജീവിതം കുട്ടിച്ചോറായി എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ശരിയെന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.